എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സ്വീറ്റ് ആൻഡ് സ്പൈസി ടൊമാറ്റോ സോസാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. നമ്മൾ സോസ് കുക്ക് ചെയ്യുമ്പം കൺസിസ്റ്റൻസിയൊക്കെ ചെക്ക് ചെയ്യാനുള്ള ടിപ്സ് ഞാനിതിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പം ഞാനിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. എടുത്തേക്കുന്നത് 6 വലിയ നല്ലോണം പഴുത്ത ടൊമാറ്റോ ആണ്. പിന്നീട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പെപ്പർ പൗഡർ ആയാലും മതി. ഇനി എരിവ് വേണ്ടെന്നാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. ഉപ്പ്, പിന്നെ വേണ്ടത് വിനീഗറാണ്. ഞാൻ വൈറ്റ് വൈൻ വിനീഗറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഏതായാലും മതി. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. തക്കാളി നല്ലോണം കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 4-5 വിസിൽ വരുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കണം. തക്കാളി ഇപ്പം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനി നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. ഒന്നെങ്കിൽ തവി വെച്ച് തന്നെ നല്ലോണം പേസ്റ്റാക്കി എടുത്താൽ മതി. അതിലും നല്ലത് മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇത് ചൂടാറിയതിന് ശേഷം ഇട്ട് നല്ലൊരു പേസ്റ്റാക്കി എടുക്കുന്നതാണ്. ഇപ്പം നല്ലോണം അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ഈ മിക്സ്ചർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ആദ്യം ഒരു ടീസ്പൂണാണ് ഇടുന്നത്. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് ഇതും ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. തിളച്ചതിന് ശേഷം അത് മീഡിയം ഫ്ലെയിമാക്കി കുറയ്ക്കണം. നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലോണം വറ്റിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. വെള്ളം നല്ലോണം വറ്റി തുടങ്ങിയാൽ പിന്നെ ഫുൾ ടൈം ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസി ആയോ എന്ന് അറിയാനായിട്ടൊരു ടെക്നിക്കുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ജസ്റ്റ് വെച്ച് കൊടുക്കുക. സൈഡിലേക്ക് ആക്കുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളമൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കറക്റ്റ് കൺസിസ്റ്റൻസി ആണെന്നാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ബൈ.